നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡ് പണിതതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബിജെപി ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 1,79,00,000 നിർമ്മാണ പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്ന് ബിജെപിയാണ് കണ്ടെത്തിയത്. ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതി വൈസ് പ്രസിഡന്റ് ലിൻഡോ വിൽസന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ മാർച്ച് ബിജെപി പിറവം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സിജു ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമിതി അംഗം റോയ് എബ്രഹാം മുഖ്യപ്രഭാഷണവും മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ബേബി ജോൺ സ്വാഗതവും പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് ടി, ബിജിമോൻ ചേലക്കൽ, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ഷീജ പരമേശ്വരൻ, സിന്ധു രതീഷ്, സാവു ആലക്കൽ, പ്രതീഷ് കുമാർ PN, NM സുരേഷ്, പ്രശാന്ത് TK, രതീഷ്, സുരേഷ് മംഗലത്ത് താഴം, തോമസ് നിരപ്പേൻ, NR ശ്രീകുമാർ, KB സോമൻ, രാജപ്പൻ ഉപാസന, മനോജ് മേട്ടുപുറം, ജസ്റ്റിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ബിജെപി മണ്ഡലം സമിതി, മുനിസിപ്പൽ സമിതി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളായി കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിൽ 1,70,00,000 രൂപയോളം അഴിമതി നടത്തിയിരിക്കുന്നു. അതിന് കൂട്ടുനിന്നുകൊണ്ട് പിറവം MLA ശ്രീ അനൂപ് ജേക്കബും കൂട്ടുനിന്ന് ഈ കോടികളുടെ വീതഭാഗം പങ്കുപറ്റിയിരിക്കുന്നു. രോഗികൾക്ക് ഐസൊലേഷൻ വാർഡിൽ രോഗികൾക്ക് ഇന്ന് കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അവിടുത്തെ ടോയ്ലറ്റുകളിൽ മാലിന്യം നിറഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ അവിടെ ഒരു വായുവിനുള്ള സംവിധാനമില്ല. അതുപോലെ അവിടുത്തെ ഇലക്ട്രിക് ബാറ്ററി ഇൻവേർട്ടർ റൂമുകളിൽ എർത്തടിക്കുന്നു. രോഗികൾക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം. പിന്നെ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രി നമുക്കറിയാം, സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം. ഇവിടെ രാത്രിയിൽ ഡോക്ടർ സംവിധാനം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഒരു സെക്യൂരിറ്റി സംവിധാനം പോലും ഇവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഈ കൂത്താട്ടുകുളം ആശുപത്രിയുടെ ഈ ശോചനീയാവസ്ഥയെ വെച്ച് നമ്മൾ ഒരു പരിശോധന നടത്തുകയുണ്ടായി. BJP നേതാക്കൾ ഇതറിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ അശാസ്ത്രീയമായുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് നിങ്ങളോട് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഒരു റാമ്പ്, ആളുകളെ കയറ്റാൻ, രോഗികളെ കയറ്റാനുള്ള റാമ്പ് അശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രോഗിയും നേഴ്സും കൂടെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ കക്കൂസിൻ്റെ ടോയ്ലറ്റിൻ്റെ സ്ലാബിൻ്റെ കേസ്, ഇങ്ങനെ പല പല അഴിമതികളും നമ്മൾ അവിടെ കയറിയപ്പോൾ കാണാൻ സാധിച്ചു. BJP നേതാക്കൾ ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടെ മറ്റ് കോൺഗ്രസിന്റെ ആളുകൾ പരിശോധന നടത്തുകയുണ്ടായി. BJP മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്തെ ആശുപത്രിയുടെ പുതിയ വാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടിയ അഴിമതികൾ നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇതുപോലൊരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, സമീപ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളിലെയും രോഗികൾ ഒരു കാലത്ത് വന്ന് ആശ്രയിക്കേണ്ടി വന്ന ഒരു ആശുപത്രിയാണ് കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി. പാലക്കുഴ, വെളിയന്നൂർ, ഇലഞ്ഞി, തിരുമാറാടി, കൂത്താട്ടുകുളം തുടങ്ങിയിട്ടുള്ള 3-4 പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആശുപത്രിയെ ഇന്ന് വെറും ഒരു ക്ലിനിക്കിൻ്റെ രൂപത്തിലേക്ക് അധപ്പതിച്ചതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഈ CHC ഗവൺമെൻറ് ആശുപത്രി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും അതിന് സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തത് മുനിസിപ്പാലിറ്റിയാണ്. ഇത് MLA-യുടെയും കിഫ്ബിയുടെയും സംയുക്തമായൊരു ഫണ്ട് കൊണ്ടാണ് ഈ ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. ഈ ഫണ്ട് അനുവദിച്ച MLA-ക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതായ ബാധ്യതയുണ്ട്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം.
പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.